വാൾനട്ട് ഹണി മാസ്കിന്റെ മെയിൻ കണ്ടന്റ്സ് ആകെ 3 ഉള്ളൂ. വാൾനട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇഷ്ടംപോലെ വൈറ്റമിൻസും ആന്റി ഏജിങ് പ്രോപ്പർട്ടീസും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉള്ള ഐറ്റമാണ് നമ്മുടെ വാൾനട്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കാണ്. മിൽക്ക് എന്ന് വെച്ചാൽ മിൽക്കിലെ കാൽഷ്യം ആയാലും ലാക്ടിക് ആസിഡ് ആയാലും ഒക്കെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഒരു റെജുനേറ്റിംഗ് എഫക്റ്റ് നമുക്ക് തരും. അതുപോലെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും വളരെ നല്ലതാണ് മിൽക്ക്. ഓക്കെ, അത് നമ്മുടെ സ്കിൻ ശരിക്കും സ്മൂത്ത് ആക്കാനുള്ള കണ്ടന്റ്സ് മിൽക്കിലുണ്ട്. അപ്പോൾ അതുപോലെ തേർഡ് ഐറ്റമാണ് ഹണി. ഹണിക്ക് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ ആന്റി ഹീലിംഗ് പ്രോപ്പർട്ടീസും ഉണ്ട്. നമ്മുടെ അഥവാ സ്കിന്ന് പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹണി അപ്ലൈ ചെയ്യാറില്ലേ, അതുപോലെ നമ്മൾ പുറത്ത് പോകുമ്പോഴേക്കും ശരിക്കും നമ്മുടെ സൺലൈറ്റ്, പൊടി, ഹ്യൂമിഡിറ്റിക്കൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഉറപ്പായിട്ട് ഡാർക്ക് പാച്ചസ്, പിമ്പിൾസ്, റാഷസ് എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്. ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടാവും, അതുപോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും സ്ഥിരമായിട്ട് പാർലറിൽ പോകുന്നവരല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്കിൻ കെയർ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ റിങ്കിൾസ് ആയാലും നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലംസ് ആയാലും ഒക്കെ കുറച്ചുകൂടി നേരത്തെ വരും. ചുരുക്കി പറഞ്ഞാൽ എളുപ്പം വയസ്സാവും. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് പാർലറിൽ പോകുന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ഐറ്റമാണ് നമ്മുടെ വാൾനട്ട് ഹണി ഫേസ് മാസ്ക്. ഒരു 30 മിനിറ്റ്സിൽ തന്നെ നമുക്കൊരു ഫേഷ്യൽ ചെയ്തതിൻ്റെ എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേസ് മാസ്ക് ആണിത്. നല്ല ഫേസിലെ ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് ശരിക്കും നമ്മൾ പാർലറിൽ പോയിട്ട് സ്കിൻ ക്ലെൻസ് ചെയ്യാറില്ലേ, സ്ക്രബ് ഒക്കെ ഇട്ടിട്ട്, അതിൻ്റെ ഒരു എഫക്റ്റും കിട്ടും. അതുപോലെ ഫേഷ്യൽ ചെയ്തതിൻ്റെതായിട്ടുള്ള ഒരു ഗ്ലോയിങ് കിട്ടുന്ന നല്ലൊരു ഫേസ് മാസ്ക് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 9-10 വാൾനട്ട്സ്, ഹണി, ഒരു 3 ടേബിൾ സ്പൂൺ പാല്, ഒരു 1/2 ടീസ്പൂൺ നമ്മൾക്ക് കോഫി പൗഡർ വേണ്ടി വരും. നിങ്ങളുടെ അടുത്ത് ഏത് കോഫി പൗഡറാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതിയാവും. ഈ 4 ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടുന്നത്. ഇനി നമുക്ക് ഈ 4 ഐറ്റംസിനെയും കൂടി ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വാൾനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് ഒരുപാടായി പോകരുത്, പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വാട്ടറി ആയി പോവും. പിന്നെ നമുക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ ഹണിയാണ്. ഹാഫ് ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ഫേസ് പാക്ക് നല്ല ക്രീമി ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഫേസ് മാസ്കിന് വേണ്ടിയുള്ള സാധനം റെഡിയാണ്. കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ മിൽക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടിപ്പോകരുത്. കറക്റ്റ് ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒത്തിരി വാട്ടറി ആയി പോവും. നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒലിച്ച് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് മുടി ഒന്ന് പുട്ടപ്പ് ചെയ്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മുടിയിലൊക്കെ ഇത് പറ്റാൻ ചാൻസ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ സ്കിൻ കെയർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സഹിച്ചോളൂ കേട്ടോ. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ചൂടുവെള്ളത്തിൽ എൻ്റെ ഫേസ് വാഷ് ചെയ്തതാണ്. അത് പറയാൻ ഞാൻ മാറുന്നു. അപ്പോൾ നല്ലപോലെ വൃത്തിയാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലെൻസർ ഉണ്ടല്ലോ, ക്ലെൻസർ യൂസ് ചെയ്തിട്ട് കോട്ടൺ പാഡ്സ് വെച്ചിട്ട് സ്കിന്നിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, നോർമലി എന്ത് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്താലും കഴുത്തിൽ കൂടി കവർ ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി ഈ ഒരു ഫേസ് മാസ്ക് നെക്കിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് ഇത് ഏകദേശം ഉണങ്ങിക്കിട്ടും. അത് കഴിഞ്ഞ് എന്താ ചെയ്യാനുള്ളതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാവേ. ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രേയർ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ബൗളിലെങ്ങാനും വെള്ളം എടുത്തിട്ട് നമ്മൾ കൈവച്ച് തൊട്ടിട്ട് അപ്ലൈ ചെയ്താലും മതിയാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് മുഖത്തേക്ക് വെള്ളം കുറച്ച് സ്പ്രേ ചെയ്തു. അതിനുശേഷം സർക്കുലർ മോഷനിൽ നമ്മൾ നന്നായിട്ട് ഈ മിക്സിനെ തന്നെ
ഒന്ന് ഇളക്കി നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും നന്നായിട്ട് ഈ കണ്ടൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലേക്ക് അബ്സോർബ് ആവും. ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇൻട്രൊഡക്ഷനിൽ കണ്ടൻസ് പറഞ്ഞപ്പോൾ ഞാൻ 3 എണ്ണേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഐറ്റം കൂടി ഉണ്ട്, നമ്മൾ 1/2 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിലെ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെ സൺ സ്പോട്ട്സ്, ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഒത്തിരി നല്ലതാണ്. റെഡ്നെസ് ഒക്കെ പോകാനായിട്ട് ഒത്തിരി നല്ലതാണ് കോഫി. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനടിയിലെ ബ്ലഡ് വെസൽസിനെയൊക്കെ ഡയലേറ്റ് ചെയ്യാൻ കഴിവുള്ള സംഭവമാണ് കോഫി പൗഡർ. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് മിക്സ് ഞാൻ ആദ്യം പറയാൻ മിസ്സായിപ്പോയി, സോറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ഗ്ലോ നമുക്ക് സ്കിന്നിനുണ്ട്, കണ്ടോ? അതുപോലെ മുഖത്തെ സ്പോട്ട്സ് ഒക്കെ ശരിക്കും ലൈറ്റ് ആയിട്ടുണ്ട്. നെക്കിലെ കളറും അതുപോലെ ബ്ലാക്ക് കളർ ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇത് യൂസ് ചെയ്യുക, ശരിക്കും നല്ലതാണ്. നമുക്ക് സെല്ലൊക്കെ ശരിക്കും റെജുനേറ്റിംഗ് ഒരു എഫക്റ്റാണ്, ഒരു ഫ്രഷ് എഫക്റ്റാണ്. ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് നല്ലൊരു എഫക്റ്റാണ്, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് എൻ്റെ ഫസ്റ്റ് സ്കിൻ കെയർ വീഡിയോ ആണ്. അത് കാരണമാണ് വിത്തൗട്ട് മേക്കപ്പ് ഒരു സാഹസത്തിന് ഞാൻ മുതിർന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്യാനായിട്ട് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഐ ഹോപ്പ് എവ്രി വൺ വിൽ ട്രൈ ഇറ്റ് ആൻഡ് നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും കിട്ടട്ടെ. അതിനുശേഷം എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.